അജ്മീർ ഖാജ അവിടുത്തെ മൗലിദ് നമ്മളിവിടെ പറഞ്ഞു. ഏത് മഹാന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിച്ച മഹാന്മാരുമായി ദീർഘമായ ബന്ധത്തിലൂടെയാണ് അവർ ഉയരുക. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അജ്മീർ ഖാജ തങ്ങളുടെ ഷെയ്ഖ്, അജ്മീർ ഖാജ തങ്ങളുടെ ഷെയ്ഖായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളോടൊപ്പം തുടർച്ചയായ 20 വർഷത്തോളം ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഹിന്ദ് വസുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്ല അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരോടൊപ്പം പരിപൂർണമായി ഖിദ്മ ചെയ്ത് അവരോടൊപ്പം കൂടിയിട്ടുണ്ട്, സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്, ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉയർന്ന സ്ഥാനത്തെത്തിയത്. വലിയ ത്വരീഖത്തിന്റെ ശൈഖാവാനും വലിയ മുറബ്ബിയാവാനും ഒക്കെ ഖാജാത്തങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത്. അതുപോലെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും മഹാന്മാർ അനുസ്മരിക്കുന്ന മജ്ലിസുകൾ, മഹാന്മാരുടെ മൗലിദുകൾ, അവരെക്കുറിച്ച് പറയലും പാടലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ആരാധനയായി, വലിയൊരു ഇബാദത്തായി കണ്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോൾ നമുക്കും ഉയർന്ന സ്ഥാനത്തെത്താൻ കഴിയും. ഇവിടെ ലോകത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കന്മാരുടെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഉയർന്ന ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കാൻ ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ 70 വർഷം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്ല അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പകൽ മുഴുവനും നോമ്പും രാത്രി മുഴുവനും ഉറക്കം വെച്ച് നിസ്കാരമായിരുന്നു. 70 വർഷം. റമളാനിൽ എന്നല്ല, എപ്പോഴും ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ജിസ്ല അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ദിവസവും 2 ഖത്മ തീർക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ജനങ്ങളെ തർബിയത്ത് ചെയ്യുകയും അവരെ ദോഷത്തിൽ നിന്നും കഴുകി ശുദ്ധിയാക്കി ആത്മീയ ലോകത്തേക്ക് ഉയർത്തുകയും ത്വരീഖത്ത് കൊടുക്കുകയും സേവനം അതൊക്കെ ഉണ്ട്.